ബദ്രിയുടെ ചുംബനത്തിൻ്റെ തീവ്രത കൂടുന്നതിനനുസരിച്ച് രുദ്രയുടെ കരങ്ങൾ അവൻ്റെ ദേഹത്ത് പോറൽ സൃഷ്ടിച്ചുകൊണ്ട് തന്നെയിരുന്നു. അവസാനം ബദ്രി അവളിൽ നിന്നും പിടഞ്ഞു മാറിക്കൊണ്ട് അവളുടെ കണ്ണുകളിൽ ചുണ്ട് ചേർത്തു. ബദ്രി മെല്ലെ അവളിൽ നിന്ന് പിടഞ്ഞു മാറുമ്പോൾ രുദ്ര തളർന്നുകൊണ്ട് ബെഡിൽ മലർക്കെ വീണുകൊണ്ട് ഒരു ചിരിയോടെ കിതപ്പടക്കാൻ ശ്രമിക്കുമ്പോൾ ബദ്രി ഒരു ചിരിയോടെ അവൾക്കൊപ്പം കിടന്നു. ബദ്രി മെല്ലെ തിരിഞ്ഞ് രുദ്രയെ ഒന്ന് നോക്കി. എന്നിട്ട് പതുക്കെ അവളുടെ കരങ്ങൾക്ക് മീതെ കരങ്ങൾ വെച്ചു. പതുക്കെ ബദ്രിയുടെ കരങ്ങൾ മുകളിലേക്ക് ചലിക്കാൻ തുടങ്ങിയിരുന്നു. പതുക്കെ രുദ്രയെ നോക്കി പറഞ്ഞു, ഞാൻ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ തന്നെ നീ എൻ്റേതായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് നിന്നിലുള്ളതെല്ലാം എനിക്ക് അവകാശപ്പെട്ടതാണ്. അത് സ്വന്തമാക്കാൻ നിന്റെ അവകാശം പോലും വേണ്ട. അതുകൊണ്ട് ഈ രാത്രി എന്നല്ല, എല്ലാ രാത്രികളിലും നീ എന്നിൽ മാത്രമായി അലിയേണ്ടവളാണ്. അത്രയും പറഞ്ഞ് ബദ്രി അവളുടെ മുകളിലേക്ക് കയറി കിടന്നു. രുദ്ര ഒന്നും മിണ്ടാതെ അവന് വിടുതേയമായി അവളെ സമർപ്പിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു കിടക്കുമ്പോൾ ബദ്രി അവളെ ഒന്നുകൂടെ നോക്കിയ ശേഷം രുദ്രയുടെ താലിമാലൊഴിച്ച് ബാക്കിയെല്ലാം ആഭരണങ്ങളും ഊരി മാറ്റിയിരുന്നു. ഒപ്പം അവളുടെ ശരീരത്ത് മറയായി നിന്നിരുന്ന വസ്ത്രങ്ങളും. ബദ്രി രുദ്രയുടെ മുഖം തൊട്ട് അവളുടെ കാൽപാദം വരെയും ഓരോ അണുവിലും അവളെ ചുംബിച്ചുണർത്തി. രുദ്രയുടെ ശരീരമാകെ തളരുന്നത് പോലെ തോന്നി. അവൾക്കുള്ളിൽ വികാരത്തിൻ്റെ വേലിയേറ്റം തന്നെ ബദ്രി സൃഷ്ടിച്ചിരുന്നു. ബദ്രി മെല്ലെ രുദ്രയുടെ ചുണ്ടിൽ നിന്ന് വീണ്ടും തേൻ നുകർന്നുകൊണ്ടിരുന്നു. അവളിൽ അധിക ഭാരം ചെയ്യാതെ തന്നെ അവൾ അവനെ ചുംബിച്ച് മെല്ലെ മൃദുവായി. മെല്ലെ അവൻ്റെ ചുണ്ടുകൾ രുദ്രയുടെ കഴുത്തിടുക്കിൽ സ്ഥാനമുറപ്പിക്കുമ്പോൾ വീണ്ടും അവിടെ ബദ്രിയുടെ ചുണ്ടുകളും പല്ലുകളും നാവും അവിടെ മറ്റൊരു കാവ്യം രചിച്ചു തുടങ്ങിയിരുന്നു. ബദ്രിയുടെ ചുണ്ടുകൾ രുദ്രയുടെ മാറി സ്ഥാനമുറപ്പിച്ചതും രുദ്ര കണ്ണുകൾ തുറന്ന് രണ്ടു കരങ്ങൾ കൊണ്ടും ബെഡിലിറുക്കെ പിടിച്ചുകൊണ്ടൊന്ന് ഉയർന്നു പൊങ്ങി. ബദ്രി അവളുടെ ഇരുമാറിലും അവൻ്റെ കരങ്ങളാലും ചുണ്ടുകളാലും തലോടുകയും രുചിക്കുകയും ചെയ്യുമ്പോൾ രുദ്ര അവനെ അവളിലേക്ക് ബലമായി ചേർത്ത് പിടിച്ചു. ബദ്രിയുടെ ചുണ്ടുകൾ വീണ്ടും താഴേക്കും അവളുടെ വയറ്റിലും പുക്കിൾ ചുഴിയിലുമായി അമർന്നു. അവിടെയും അവൻ നാവും പല്ലും ഒരുപോലെ ആഴ്ത്തിയ ശേഷം വീണ്ടും ഉയർന്നു വന്ന് രുദ്രയുടെ ചുണ്ടിൽ ചുണ്ടുകൾ ചേർത്ത ശേഷം അവളിലെ പെണ്ണിനെ പൂർണ്ണതയിലെത്തിക്കാനായി അവളിൽ നിന്നും ഒന്ന് ഉയർന്നു പൊങ്ങാൻ നിന്നതും താഴെ ആരുടെയോ നിലവിളി കേട്ടു. ഒപ്പം ഉച്ചത്തിലുള്ള കരച്ചിലും. ബദ്രി വേഗം തന്നെ രുദ്രയിൽ നിന്നും പിടഞ്ഞു മാറിക്കൊണ്ട് പറഞ്ഞു, വേഗം എഴുന്നേറ്റ് ഡ്രസ് ഇട്ടിട്ടു വാ. അപ്പോഴേക്കും രുദ്ര ബദ്രിയെ സങ്കടത്തോടെ ഒന്ന് നോക്കിയ ശേഷം ബെഡ്ഷീറ്റ് കൊണ്ട് ദേഹം മറച്ച ശേഷം നിലത്ത് ചിതറിക്കിടന്ന ഡ്രസ്സുകൾക്കൊപ്പം അലമാരയിൽ നിന്നും ഒരു ടോപ്പും പാൻറ്റും എടുത്ത് ബാത്റൂമിലേക്ക് കയറിയിരുന്നു. ബദ്രി വരുമ്പോൾ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന വിജയലക്ഷ്മി അവർക്ക് ചുറ്റും എല്ലാവരുമുണ്ട്. ചിലരുടെ കണ്ണിൽ കണ്ണുനീരായിരുന്നുവെങ്കിൽ മറ്റു ചിലരിൽ സന്തോഷമായിരുന്നു നിറഞ്ഞു നിന്നത്. പക്ഷേ അതവർ പുറത്തു കാണിക്കാതെ സങ്കടം വരുത്തി നിന്നു. വിജി, വണ്ടി എടുക്കടാ എന്ന് ബദ്രി അലറിയതും വിജിത്ത് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി. ബദ്രി വിജയലക്ഷ്മിയെയും കൊണ്ട് കാറിൽ കയറിയതും തന്നെ വൈഷുവും മുത്തശ്ശനും കല്യാണിയും അവനൊപ്പം കയറി. വൈഷു അപ്പോഴും കരയുന്നുണ്ടായിരുന്നു. അവർക്ക് പിന്നാലെ തന്നെ വിജയദേവും രാഘവേന്ദ്രയും വരുണും ചെന്നിരുന്നു. രുദ്ര ഡ്രസ്സ് മാറ്റി താഴേക്ക് വരുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ നിലത്തു വളർന്നു കിടക്കുന്ന ചോര കണ്ടതും അവളുടെ ഉള്ളൊന്ന് പിടഞ്ഞു. അവൾ മുത്തശ്ശിയുടെ റൂമിൽ വരുമ്പോൾ ആള് നല്ല മയക്കത്തിലായിരുന്നു. ആർക്കാണ് അപകടം പറ്റിയതെന്ന് ഓർത്ത് അവളുടെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. ബദ്രി ഫോൺ എടുക്കാത്തത് കൊണ്ട് അവൾ ലക്ഷ്മിയെയും വിജിത്തിനെയും വൈഷുവിനെയും മാറി മാറി വിളിച്ചു നോക്കി. എന്നാൽ ആ വീട്ടിലെ പല ഭാഗത്തിരുന്നും അവൾക്ക് കേൾക്കാൻ കണക്കിന് ബെല്ലടിക്കുന്നത് കേട്ടതും രുദ്രയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ അവിടെ നിലത്തേക്ക് കരഞ്ഞുകൊണ്ട് വീണിരുന്നു. ബദ്രി സ്ട്രെച്ചറിൽ കിടത്തി വിജയലക്ഷ്മിയെ ഹോസ്പിറ്റലിനകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവൻ വാവിട്ട് ആ പെറ്റമ്മയ്ക്ക് വേണ്ടി കരയുന്നുണ്ടായിരുന്നു. അതും അലമുറയിട്ട്. അവനൊപ്പം തന്നെ കരഞ്ഞുകൊണ്ട് വൈഷുവും വിജിത്തും വരുമ്പോൾ ആ മുത്തശ്ശൻ്റെ മനസ്സും ആഴത്തിൽ വേദനിച്ചു. സ്വന്തം മകളുടെ അവസ്ഥ കണ്ട്. അതുപോലെ തന്നെ വിജയദേവും. അയാളുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. എന്നാൽ കൂടെ പിന്നിലായി വന്ന രാഘവേന്ദ്രയുടെയും കല്യാണിയുടെയും വിജിത്തിൻ്റെയും മനസ്സിൽ എന്തായിരുന്നു എന്ന് മനസ്സിലായില്ല. ഐസിയുവിന് മുന്നിൽ നിൽക്കുമ്പോഴും ബദ്രിയുടെയും വൈഷുവിൻ്റെയും വിജിത്തിൻ്റെയും മനസ്സ് പിടയുന്നുണ്ടായിരുന്നു വല്ലാതെ. പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് ഓടിക്കതച്ചു വരുന്ന പ്രിയങ്കയെ കണ്ടത്. എന്താ പറ്റിയ അമ്മയ്ക്ക്? അവൾ വിജിത്തിൻ്റെയും ബദ്രിയുടെയും മുന്നിൽ നിന്നുകൊണ്ട് ചോദിച്ചു. അറിയില്ല, ഞങ്ങൾ വരുമ്പോൾ ബ്ലഡിൽ കുളിച്ച് കിടക്കുന്ന അമ്മയെയാണ് കണ്ടത്.
വിജിത്ത് അത് പറഞ്ഞതും പ്രിയ അകത്തേക്ക് കയറി പോകാൻ നിന്നതും വൈഷു അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ചേച്ചി, എൻ്റെ അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല, ഞങ്ങളൊക്കെ ഇല്ലേ. അത്രയും പറഞ്ഞവൾ ഐസുവിൻ്റെ അകത്തേക്ക് കയറി പോകുമ്പോൾ ആ അമ്മയ്ക്കായുള്ള പ്രാർത്ഥനയായിരുന്നു എല്ലാവരും നിറഞ്ഞു നിന്നത്. രുദ്ര നിലത്തുനിന്നും എഴുന്നേറ്റ് മുത്തശ്ശിയുടെ റൂമിലേക്ക് നടക്കാഞ്ഞതും ഹാളിലേക്ക് മുഖംമൂടി ധരിച്ച് 4 പേർ അവൾക്ക് മുന്നിലായി വന്നു നിന്നു. രുദ്ര പേടിച്ച് മുന്നിലേക്ക് നോക്കുമ്പോൾ അതിലൊരാൾ അവളുടെ അടുത്തേക്ക് വരുന്നത് കണ്ട് രുദ്ര പിന്നിലേക്ക് ഓടി. രുദ്ര ഓടിയതും തന്നെ അവർ 4 പേരും അവൾക്ക് പിന്നാലെ തന്നെ ഓടി. എന്നാൽ രുദ്ര ആദ്യം കണ്ട അവളുടെ റൂമിൽ കയറി വാതിലടച്ചു. എന്നാൽ അവർ 4 ആ വാതിലിൽ ആഞ്ഞടിച്ചു. രുദ്ര എന്ത് ചെയ്യണമെന്നറിയാതെ ആ വാതിലിൽ ചാരി നിന്നുകൊണ്ട് വാ പൊത്തി കരയാൻ തുടങ്ങി. ഡോറിൽ അവരുടെ ബലമായുള്ള തട്ടൽ കേൾക്കെ അവളിൽ വീണ്ടും ഭയം നിഴലിച്ചു. രുദ്ര വേഗം അവിടെ കണ്ട മേശ നീക്കി ഡോറിനെ കുറുകെ ശക്തിയായി വെച്ചു. എന്നാൽ ഇപ്രാവശ്യം അവർ ഒരുമിച്ച് ചവിട്ടാൻ തുടങ്ങിയതും ഡോറിലെ കുറ്റിയിളകി മാറി. രുദ്ര വേഗം ആ മേശ ഡോറിലേക്ക് ചേർക്കാൻ നിന്നതും അവർ ശക്തിയിൽ ഡോറ് തള്ളി തുറന്നകത്തേക്ക് വരുമ്പോൾ രുദ്ര നിലത്തേക്ക് വീണു പോയിരുന്നു. രുദ്ര നിലത്ത് കിടന്ന് പേടിയോടെ അവരെ ഒന്ന് നോക്കി. അവർ അവൾക്കടുത്തേക്ക് വന്ന് രുദ്രയുടെ തലമുടിയിൽ മുറുക്കെ പിടിച്ചു. രുദ്ര പേടിയോടെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് അലമുറയിട്ട് കരഞ്ഞു. എന്നാൽ അവർ അവളെ വിട്ടില്ല. രുദ്രയെ വീണ്ടും ശക്തിയോടെ തലമുടിയിൽ കുത്തിപ്പിടിച്ചു എഴുന്നേൽപ്പിച്ചതും രുദ്ര അവരുടെ കരങ്ങൾ തട്ടിമാറ്റി പിന്നിലേക്ക് ഓടി. എന്നാൽ ഈ സമയം മറ്റൊരുത്തൻ ചെന്ന് രുദ്രയെ വീണ്ടും മുടിക്ക് കുത്തിപ്പിടിച്ച് അവൻ അഭിമുഖമായി കൊണ്ടുവന്നു. രുദ്ര പേടിച്ചു വീണ്ടും അവരുടെ കരങ്ങളിൽ കിടന്ന് വാവിട്ട് കരയുമ്പോൾ മറ്റൊരുത്തൻ വന്ന് അവളുടെ ഫോട്ടോ എടുത്തു. ബോസ് എന്ന് സേവ് ചെയ്ത നമ്പറിലേക്ക് അയച്ചിരുന്നു. എന്നാൽ രുദ്ര വീണ്ടും അവരുടെ കരങ്ങളിൽ കിടന്ന് കുതറാനും പിച്ചാനും അലമുറയിട്ട് കരയാൻ തുടങ്ങിയതും മറ്റൊരുത്തൻ കയ്യിലിരുന്ന കത്തി കൊണ്ട് രുദ്രയുടെ വയറ്റിൽ കുത്തിയിറക്കി. പെട്ടെന്നായതുകൊണ്ട് അവരെ അള്ളി പിടിച്ച് മുറിവേൽപ്പിക്കാൻ ശ്രമിച്ച രുദ്രയുടെ കരങ്ങൾ അവരിൽ നിന്നും അടർന്നു മാറി. ഒപ്പം അവളിലെ പിടി അവരും വിട്ടതും രുദ്ര ബോധമറിഞ്ഞ് നിലത്തേക്ക് വീണിരുന്നു. ബോസ് പറഞ്ഞതെന്താ, ഇവളുടെ ജഡം കൊണ്ട് ചെല്ലണമെന്നല്ലേ? കുറച്ച് കഴിയുമ്പോൾ ഇവളിലുള്ള അവസാന ശ്വാസം കൂടെ നിന്നോളും. അപ്പോൾ ഇവളെ ബോസിൻ്റെ കാൽ കീഴിൽ വെച്ച് പറഞ്ഞു ക്യാഷ് വാങ്ങി പോകാം നമുക്ക്. അത്രയും പറഞ്ഞ് അവർ മുഖത്തോട് മുഖം നോക്കി മാറി മാറി ചിരിക്കുമ്പോൾ ബോസ് എന്ന നമ്പറിൽ നിന്നും തിരിച്ച് കോൾ വന്നിരുന്നു. മറുസൈഡിൽ ഹരീന്ദ്രൻ്റെ സൗണ്ട് കേട്ടതും അവർ പറഞ്ഞു, അവളെ കിട്ടി, ഞങ്ങൾ അവളെ തീർക്കാൻ തന്നെ നോക്കി. ഏറിയാൽ 1/2 മണിക്കൂർ, അതിനുള്ളിൽ അവൾ മരിച്ചിരിക്കും. നോ, എനിക്ക് അവളെ ജീവനോടെ വേണം. ബോസ്, അത് പിന്നെ പറഞ്ഞത് കേട്ടില്ലേ? എനിക്ക് അവളെ ജീവനോടെ തന്നെ കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ അറിയാലോ എന്നെ, നിന്നെയൊക്കെ അവൻ ഞാൻ തീർത്ത് കളയുക. അത്രയും പറഞ്ഞ് കോളി കട്ടായതും അവൻ ബാക്കിയുള്ളവരെ നോക്കി പറഞ്ഞു, ഇവളെ ബോസിന് ജീവനോടെ വേണമെന്ന്. അതെങ്ങനെ സാധിക്കും? ഇവളിങ്ങോട്ട് ഈ വേഷത്തിൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് റിസ്ക്കാണ്. അതൊന്നും അറിയില്ല. ഇവൾക്ക് ജീവനില്ലെങ്കിൽ നമ്മുടെ ജീവൻ എടുക്കുമെന്നാ ബോസ് പറഞ്ഞത്. എങ്കിൽ പിന്നെ എന്തിനാ വൈകുന്നേ? ഇവളെ എടുക്ക്, ഇപ്പോൾ തന്നെ കൊണ്ടുപോകണം. അത്രയും പറഞ്ഞ് രുദ്രയെ അവർ നിലത്തുനിന്നും എടുക്കാൻ നിന്നതും 2 ബലിഷ്ഠമായ കാലുകൾ അവരുടെ മുന്നിൽ ഉറച്ചു നിൽക്കുന്നത് കണ്ട് അവർ മുന്നിലേക്ക് നോക്കി. അത് മറ്റാരും ആയിരുന്നില്ല, സിദ്ധു ആയിരുന്നു. പ്രിയ വിളിച്ച് പ്രണവിനോട് പറഞ്ഞിരുന്നു വിജയലക്ഷ്മിയുടെ കാര്യം. പ്രണവ് അപ്പോൾ തന്നെ സിദ്ധുവിനെ വിളിക്കുമ്പോൾ അവൻ ആരോഗ്യ ഹോസ്പിറ്റലുണ്ടെന്ന് ചോദിച്ചു. എന്നാൽ രുദ്ര മുത്തശ്ശിക്കൊപ്പം വീട്ടിൽ ഒറ്റയ്ക്കെന്ന് കേട്ടതും സിദ്ധു ഒന്നും പറയാതെ കോളി കട്ടാക്കി. സിദ്ധു വരുമ്പോൾ മുന്നിൽ വയറ്റിൽ നിന്ന് നിലത്തേക്ക് ബ്ലഡ് വീണ് കിടക്കുന്ന രുദ്രയെ കണ്ടതും അവനിൽ ദേഷ്യം നുരഞ്ഞു പൊങ്ങി. പിന്നെ ആ 4നെയും അവൻ എടുത്തിട്ട് അലക്കി കാര്യമായി തന്നെ. അവരുടെ ബോഡിയിലെ ഓരോ ഭാഗവും അവൻ ഓടിക്കുന്നതിനോടൊപ്പം അവരിൽ നിന്നും പ്രാണവേദന കൊണ്ടുള്ള നിലവിളിയും പുറത്തേക്ക് വന്നു. 4ഉം സിദ്ധുവിൻ്റെ അടി കൊണ്ട് നിലത്തേക്ക് വീഴുമ്പോൾ അവനുള്ളിൽ വല്ലാത്ത ഭാവമായിരുന്നു. സിദ്ധു വേഗം രുദ്രയുടെ അടുത്ത് വന്ന് അവളുടെ കവിളിൽ തട്ടി വിളിച്ചു. എന്നാൽ അവളിൽ നിന്നും ഒരനക്കവും ഇല്ലെന്ന് കണ്ടതും അവൻ അവളെ എടുത്ത് അവൻ്റെ തോളിലേക്കിട്ടു. പിന്നെ നേരെ തിരിഞ്ഞു വന്ന് അവനൊപ്പം തന്നെ വന്ന അവൻ്റെ പുറത്തുനിന്ന് 3 കൂട്ടാളികളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇവന്മാർ 4ഉം രക്ഷപ്പെടരുത്. നമ്മുടെ സ്ഥലത്ത് കൊണ്ട് കെട്ടിയിട്ടേക്ക്. ഒപ്പം ഞാനും ഭദ്രയും വരുന്നവരെ ഒരു ശ്രദ്ധ വേണം ഇവരിൽ. അതിനവർ അതേന്ന് തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് പോകുമ്പോൾ സിദ്ധു രുദ്രയെയും കൊണ്ട് അവിടെ നിന്ന് പോയിരുന്നു. വിജയലക്ഷ്മിയുടെ ഓപ്പറേഷൻ ഫോമിൽ ഭദ്ര തന്നെ ഒപ്പിട്ട് കൊടുത്തതും അവരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയിരുന്നു. പുറത്ത് അവർക്കൊന്നും സംഭവിക്കരുതെന്ന പ്രാർത്ഥനയോടെ ഭദ്രയും അവരെ സ്നേഹിക്കുന്നവരും അക്ഷമരായി നിന്നു. സിദ്ധു അവളെയും കൊണ്ട് നേരെ വന്നത് കീർത്തിയുടെ വീട്ടിലായിരുന്നു. കീർത്തിയുടെ അമ്മ ഒരു ഡോക്ടറാണ്.
ഡോക്ടർ കാവേരി അവർ വീട്ടിൽ തന്നെ ക്ലിനിക്കും ഇട്ടിരുന്നു. സിദ്ധു രുദ്രയും കൊണ്ടുവരുന്ന കാര്യം വിളിച്ചു പറഞ്ഞതും വീടിൻ്റെ അടുത്തുള്ള അവരുടെ ക്ലിനിക്കിന് മുൻപിൽ തന്നെ കീർത്തിയും കാവേരിയും സേതുമാധവനും നിന്നിരുന്നു. ഈ സമയം രുദ്രയുടെ ജീവനൊപ്പം അവളെ സേഫായൊരു സ്ഥലത്തെത്തിക്കണമെന്നുണ്ടായിരുന്നു സിദ്ധുവിന്. അതിനെന്തുകൊണ്ടും കീർത്തിയുടെ വീടാണ് ബെറ്ററെന്ന് തോന്നി. കീർത്തിയുടെ അച്ഛൻ ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസർ ആയതുകൊണ്ട് തൽക്കാലം ആരും ഇങ്ങോട്ടേക്ക് വരാൻ ധൈര്യം കാണിക്കില്ലെന്ന് അവനുറപ്പുണ്ടായിരുന്നു. സിദ്ധുവിനൊപ്പം തന്നെ രുദ്രയെ കാറിൽ നിന്നും ഇറക്കി ക്ലിനിക്കിനകത്തേക്ക് കൊണ്ടുപോകാൻ സേതുവും സഹായിച്ചിരുന്നു. കീർത്തിക്ക് ആ സമയം രുദ്രയുടെ അവസ്ഥ കണ്ടു നിൽക്കാനായില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. രുദ്രയെ അകത്തേക്ക് കിടത്തുമ്പോൾ ബാക്കി എല്ലാവരോടും അവർ പുറത്തേക്ക് നിൽക്കാൻ ആവശ്യപ്പെട്ടു. എന്താ സിദ്ധുവേട്ടാ ഇത്? ആദ്യം അമ്മ, ഇപ്പം രുദ്ര. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സിദ്ധു ഒന്നും മിണ്ടാതെ നിന്നു. സിദ്ധു, എന്താ ഒന്നും പറയാതെ? ആരാ ഇത് ചെയ്തത്? അവർക്കിത് ചെയ്തത് കൊണ്ടുള്ള ലാഭം എന്താണ്? പറ സിദ്ധു. ഒന്നുമില്ലെങ്കിലും ഞാനും ഒരു പോലീസുകാരനായിരുന്നില്ലേ? റിട്ടയർ ആയെങ്കിലും ഇന്നും എനിക്ക് സ്വാധീനമുണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ. പറ, ആരാ ഇതിനു പിന്നിൽ? അതയാൾ ചോദിക്കുമ്പോൾ സിദ്ധു ബദ്രിയുടെ അച്ഛൻ്റെ മരണം തൊട്ടുള്ളതെല്ലാം പറഞ്ഞിരുന്നു. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇനിയും നിങ്ങളെന്താ അവരെ വിട്ടു വയ്ക്കുന്നത്? ഒരു നിയമത്തിനും വിട്ടുകൊടുക്കാതെ ഇവന്മാരെയൊക്കെ കൊന്നു കളഞ്ഞൂടെ? അത് തന്നെയാ ചെയ്യാൻ പോകുന്നത്. അതിനു മുൻപ് നമ്മൾ സംശയിച്ചത് സത്യമാണോ എന്ന് അറിയണമായിരുന്നു. അറിഞ്ഞു. ഇനി ഒന്നുകൂടെ അറിയണം. അയാളും ഹരീന്ദ്രനും തമ്മിലുള്ള ബന്ധം. അതറിയുന്ന അന്ന് തന്നെ തീർത്തു കളയും എല്ലാത്തിനെയും, അവന്മാരുടെ ഗോതയിൽ ചെന്ന് തന്നെ. രുദ്രയുടെ ഈ അവസ്ഥ ബദ്രി അറിഞ്ഞോ? ഇല്ല, തൽക്കാലം അവനെ അറിയിക്കണ്ട. ഇപ്പോൾ തന്നെ ലക്ഷ്മി അമ്മയുടെ അവസ്ഥ കണ്ട് അവൻ ഒരുപാട് തളർന്നിരിപ്പുണ്ട്. അതിൻ്റെ കൂടെ ഇതുകൂടെ അറിഞ്ഞ അവന് സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അവർ സംസാരിച്ചു നിന്നത് വേഗം തന്നെ കാവേരി ഡോറ് തുറന്ന് പുറത്തേക്ക് വരുമ്പോൾ കീർത്തി അവരുടെ അടുത്തേക്ക് പാഞ്ഞു. അമ്മേ, രുദ്രയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ട്? പേടിക്കാനൊന്നുമില്ല. കുറച്ച് ബ്ലഡ് പോയിട്ടുണ്ട്. തൽക്കാലം മുറിവ് ഞാൻ സ്റ്റിച്ചിട്ടിട്ടുണ്ട്. ചെറിയ ആഴത്തിലുള്ള മുറിവായതുകൊണ്ട് നല്ല ബെഡ് റെസ്റ്റ് ആവശ്യമാണ്. അത്രയും പറഞ്ഞവർ സിദ്ധുവിനെ നോക്കി പറഞ്ഞു. മോളുടെ ബ്ലഡ് ഗ്രൂപ്പ് ബി പോസിറ്റീവാണ്. അത്യാവശ്യമായി കുറച്ച് ബ്ലഡ് വേണം. എൻ്റെ ലെറ്റർ ഹോസ്പിറ്റൽ SKയിൽ കാണിച്ചാൽ മതി, ബ്ലഡ് തരും. അത് പറഞ്ഞൊരു ലെറ്റർ സിദ്ധുവിൻ്റെ കരങ്ങളിൽ വെച്ച് കൊടുക്കുമ്പോൾ അവൻ ആ പേപ്പർ തിരികെ അവരെ ഏൽപ്പിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. അതിൻ്റെ ആവശ്യമില്ല ആൻറ്റി, എൻ്റേതും ബി പോസിറ്റീവാണ്. അവൾക്ക് വേണ്ട ബ്ലഡ് എൻ്റേന്ന് എടുക്കാവുന്നതാണ്. സിദ്ധു അത് പറയുമ്പോൾ അവർ 3 പേരും അവനെ അത്ഭുതത്തോടെ നോക്കി. ശരിക്കും ബദ്രിക്ക് ഫ്രണ്ടായി കിട്ടിയ ഏറ്റവും വലിയ നിധി തന്നെയായിരുന്നു സിദ്ധു. നീണ്ട 4-5 മണിക്കൂർ കഴിഞ്ഞതും ഡോക്ടേഴ്സ് പുറത്തേക്ക് വരുമ്പോൾ ബദ്രി അവരുടെ മുന്നിലായി ചെന്നു നിന്നു. ഡോക്ടർ, അമ്മയ്ക്ക് പേടിക്കാനൊന്നുമില്ല. അപകടനില തരണം ചെയ്തിട്ടുണ്ടവർ. തലശക്തിയിൽ ഇടിച്ചതുകൊണ്ട് അവരുടെ മെമ്മറിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ എന്ന് ബോധം തെളിഞ്ഞാലേ പറയാൻ പറ്റൂ. എനിക്കൊന്ന് കാണാൻ പറ്റുമോ അമ്മയെ? ആർക്കേലും ഒരാൾക്ക് മാത്രം കയറി കാണാവുന്നതാണ്. അത് പറഞ്ഞത് മുത്തശ്ശനും വിജിത്തും വൈഷുവും ബദ്രിയുടെ അടുത്തായി വന്നുകൊണ്ട് പറഞ്ഞു. ഈ സമയം ഞങ്ങളെക്കാളേറെ നീയാണ് അവളെ കാണേണ്ടത്. അവളുടെ മനസ്സിപ്പോൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ഈ വൃദ്ധന് മനസ്സിലാക്കാം. അത് പറയുമ്പോൾ അത് തന്നെയാണ് അവരുടെയും അഭിപ്രായം എന്ന വണ്ണം വിജിത്തും വൈഷുവും അവനെ നോക്കി തലയാട്ടി. നെഞ്ചിടിപ്പോടെ ബദ്രി അകത്തേക്ക് വരുമ്പോൾ കണ്ടു തലയിൽ കെട്ടുമായി കിടക്കുന്ന ലക്ഷ്മിയെ. അവൻ്റെ ഹൃദയം പിടഞ്ഞു. ഒരിക്കലും തൻ്റെ അമ്മയില്ലെന്നുള്ള കുറവില്ലാതെ തൻ്റെ 2 മക്കളെക്കാളേറെ സ്നേഹിച്ചു വളർത്തിയതാണ് ബദ്രിയെ. അവനും അങ്ങനെ തന്നെയായിരുന്നു. പോറ്റമ്മയായിട്ടല്ല, പെറ്റമ്മയായി തന്നെയാണ് ലക്ഷ്മിയെ കണ്ടത്. അവൻ്റെ ഹൃദയം വേദനിച്ചു. ഇനിയും അവരെ ഈ അവസ്ഥയിൽ നോക്കി നിൽക്കാൻ കഴിയുന്നില്ലെന്ന് കണ്ടതും ബദ്രി അവരെ ഒന്ന് നോക്കിയ ശേഷമല്ലേ അവരുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. പിന്നെ തിരിഞ്ഞ് അവിടെ നിന്ന് പോകാൻ നിന്നതും അവൻ്റെ കരങ്ങളിൽ വിജയലക്ഷ്മി പിടിച്ചു. ബദ്രി തിരിഞ്ഞ് അവർക്കടുത്തേക്ക് ചെല്ലുമ്പോൾ അവർ അവന് കേൾക്കാൻ പാകത്തിന് ഇടർച്ചയോട് ആ പേര് പറഞ്ഞു. നിമിഷനേരം കൊണ്ട് ബദ്രിയുടെ മുഖം രക്തവർണമായി. അയാളെ കൊല്ലാനുള്ള ദേഷ്യം നുരഞ്ഞു പൊങ്ങി. അവൻ ദേഷ്യത്തിൽ പുറത്തേക്ക് പാഞ്ഞു വന്നു. എന്നാൽ അവിടെ അയാൾ ഉണ്ടായിരുന്നില്ല. കാരണം വിജയലക്ഷ്മിക്ക് ബോധം വന്നറിഞ്ഞതും അയാൾ അവിടെ നിന്ന് പോയിരുന്നു. അയാളെ ആ കൂട്ടത്തിൽ കാണാതെ വന്നതും തന്നെ ബദ്രിക്ക് മനസ്സിലായി അയാൾ ജീവനും കൊണ്ട് പോയിട്ടുണ്ടെന്ന്. ബദ്രി വേഗം എന്തോ ഓർത്ത പോലെ തിരിഞ്ഞ് വൈഷുവിനെ നോക്കി ചോദിച്ചു. രുദ്ര എവിടെ? ഏട്ടത്തി വന്നിട്ടില്ല ഏട്ടാ, മുത്തശ്ശിക്കൊപ്പം വീട്ടിലുണ്ട്. ബദ്രിയുടെ നെഞ്ച് വീണ്ടും പിടഞ്ഞു. അവൻ മുന്നിൽ നിന്ന് പ്രണവിനെയും വിജിത്തിനെയും നോക്കി പറഞ്ഞു. ഇവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ നോക്കിക്കോണം. ഞാനൊന്ന് വീട് വരെ പോയി വരാം.
അത്രയും പറഞ്ഞ് ബദ്രി പുറത്തേക്ക് ഓടിപ്പോകുന്നത് കണ്ട് എല്ലാവരും തറഞ്ഞു നിന്നിരുന്നു. ബദ്രി വീട്ടിൽ വരുമ്പോൾ നേരം പുലർന്നിരുന്നു. ബദ്രി വരുമ്പോൾ മുൻവശത്തെ ഡോറ് തുറന്നു കിടക്കുന്നത് കണ്ടതും അവൻ ഉച്ചത്തിൽ അവിടെ നിന്നുകൊണ്ട് രുദ്ര എന്ന് വിളിച്ചലറി. രുദ്രയെ വിളിച്ചിട്ടും അവളുടെ സൗണ്ട് കേൾക്കാതെ വന്നതും അവൻ മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെന്നു. അവിടെ അവളിൽ നിന്ന് കണ്ടതും മുകളിലേക്ക് പാഞ്ഞു. റൂം തുറന്നകത്ത് വരുമ്പോൾ തന്നെ കണ്ടു ഇന്നലെ അവർക്കായി ബെഡിൽ നിറച്ച റോസാപ്പൂക്കൾ വാടിക്കരിഞ്ഞു കിടപ്പുണ്ട്. എന്നാൽ ബദ്രി അവിടെയുള്ള ഓരോ ഇടത്തും രുദ്രയെ തിരഞ്ഞു, എങ്കിലും കണ്ടില്ല. അവൻ വേഗം താഴേക്ക് പാഞ്ഞു. അവിടെ താഴത്തെ റൂമിൽ ഡോറ് തകർന്ന നിലയിൽ കണ്ടതും അവൻ്റെ ഉള്ളു വിടഞ്ഞു. ഒപ്പമെല്ലാം ചിതറിക്കിടക്കുന്നത് കൂടെ കണ്ടതും ഭദ്ര തിരിഞ്ഞ് മുന്നിലേക്ക് വരുമ്പോൾ സാവിത്രി അവിടെ വന്നു. രുദ്ര എവിടെ? ഞാൻ വരുമ്പോൾ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഡോറ് തുറന്നു കിടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ കയറി വന്നു നോക്കിയെങ്കിലും മുത്തശ്ശി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ അതിനൊന്ന് മൂളിക്കൊണ്ട് തിരിയുമ്പോൾ കണ്ടു ഡോറിൻ്റെ നേർക്കായി കുറച്ച് ബ്ലഡ് കട്ട പിടിച്ച് കിടക്കുന്നത്. അതോടെ അവൻ്റെ സമനില തെറ്റും പോലെ തോന്നി. അവൻ ഉച്ചത്തിൽ അലമുറയിട്ട് രുദ്ര എന്ന് വിളിച്ചതും അവൻ്റെ ആ ശബ്ദത്തിൽ ആ വീടും സാവിത്രിയും ഒരുപോലെ നടുങ്ങി. ഭദ്ര വീട്ടിലേക്ക് പോയതും തന്നെ പ്രണവ് വിജയത്തിനെ ഏൽപ്പിച്ച് അവിടെ നിന്നും ഭദ്രയ്ക്ക് പിന്നാലെ തന്നെ അവിടേക്ക് വന്നു. എന്നാൽ അവിടെ ഭദ്ര ഉണ്ടായിരുന്നില്ല. സാവിത്രിയോട് ചോദിക്കുമ്പോൾ ഭദ്ര വന്നതും അവൻ കാണിച്ചു കൂട്ടിയതും കേൾക്കെ പ്രണവ് അവിടെ നിന്നും ഭദ്രയെ തിരക്കി പോകുന്ന കൂട്ടത്തിൽ സിദ്ധുവിനെ വിളിച്ചു. സിദ്ധു പ്രണവിനോട് വേഗം കീർത്തിയുടെ വീട്ടിൽ വരാൻ പറയുമ്പോൾ അവനൊന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് വണ്ടി തിരിച്ചു. പ്രണവ് കീർത്തിയുടെ വീട്ടിൽ വരുമ്പോൾ രുദ്രയ്ക്ക് ബ്ലഡ് കൊടുത്ത ശേഷം കയ്യിൽ പഞ്ഞി വെച്ചുകൊണ്ട് എഴുന്നേറ്റ സിദ്ധുവിനെയാണ് കാണുന്നത്. സിദ്ധുവിനെയും തൊട്ട് കുറച്ച് മാറി ബെഡിൽ മയങ്ങിക്കിടക്കുന്ന രുദ്രയെ കാണുകെ പ്രണവ് രുദ്രയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് ആദിയോടെ ചോദിക്കുമ്പോൾ സിദ്ധു നടന്നതെല്ലാം പറഞ്ഞു. ഭദ്ര ഇവളെ കാണാതെ ഇങ്ങോട്ടേക്കാ പോയെന്ന് പോലും അറിയില്ല. നിനക്ക് ഈ വിവരം എന്നോടെങ്കിലും വിളിച്ചു പറയാമായിരുന്നില്ലേ? ലക്ഷ്മി അമ്മയുടെ അവസ്ഥയിൽ തന്നെ അവൻ ഒരുപാട് തകർന്നിരിക്കുന്നെന്ന് നീ തന്നെ പറഞ്ഞതല്ലേ. അതിൻ്റെ കൂടെ ഇതുകൂടെ അറിഞ്ഞ അവൻ എങ്ങനെ സഹിക്കാനാ? നീ വാ, ഈ സമയം അവൻ എന്തു ചെയ്തു കൂട്ടുമെന്ന് പറയാൻ പറ്റില്ല. അത്രയും പറഞ്ഞ് പ്രണവ് പുറത്തേക്ക് പോകുമ്പോൾ സിദ്ധുവും അവന് പിന്നാലെ പോയിരുന്നു. ഭദ്ര സങ്കടത്തോടും ദേഷ്യത്തോടും കാറ് മുന്നോട്ട് പായിച്ചു. അത്രയും വേഗത്തിലായിരുന്നു അവൻ്റെ ഡ്രൈവിങ്. റോഡിൽ നിന്നവരെല്ലാം ഭയം കൊണ്ട് പിന്നിലേക്ക് ഓടിമറഞ്ഞു. ചിലർ ഭദ്രയുടെ പോക്ക് കണ്ട് ഓരോന്ന് ദേഷ്യത്തിൽ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അത് ഭദ്രയുടെ കാറല്ലേ? സിദ്ധു മുന്നിൽ ചേറി പാഞ്ഞു പോകുന്ന ഭദ്രയുടെ കാറ് നോക്കി പറഞ്ഞു. അതേടാ, അത് ഭദ്രയുടെ കാറാ. അത്രയും പറഞ്ഞ പ്രണവ് ഭദ്രയ്ക്ക് പിന്നാലെ തന്നെ പായിച്ചു. ഭദ്രയുടെ കാറ് നേരെ ആളൊഴിഞ്ഞ സ്ഥലത്തുള്ളൊരു മരത്തിൽ ഇടിച്ചു നിന്നു. ഒപ്പം അവൻ്റെ നെറ്റി കാറിൻ്റെ ഫ്രണ്ടിൽ ഇടിച്ച് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഭദ്ര അതൊന്നും ശ്രദ്ധിക്കാതെ ദേഷ്യത്തിൽ കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങി മുന്നിലേക്ക് നടന്നു ചെന്ന് നിന്നതും തന്നെ പെട്ടെന്ന് അവൻ കരഞ്ഞോട്ട് നിലത്തേക്ക് വേച്ചു പോയിരുന്നു. ഭദ്ര ഉച്ചത്തിൽ വളരെ ശക്തിയായി അലമുറയിട്ട് കരഞ്ഞു. അവൻ്റെ സങ്കടം അവന് തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അത്രത്തോളം ഉച്ചത്തിൽ ഭദ്ര വാവിട്ട് തന്നെ കരഞ്ഞു പോയിരുന്നു. ആദ്യം അച്ഛനും അമ്മയും പിന്നെ ഞാൻ സ്നേഹിച്ച ഓരോരുത്തരായി എന്നിൽ നിന്നും അകറ്റിയപ്പോൾ വീണ്ടും എൻ്റെ ലക്ഷ്മി അമ്മ, എൻ്റെ പെണ്ണ്, എല്ലാവരെയും വിധി എന്ന രണ്ടക്ഷരം എൻ്റെ മുന്നിൽ നിർത്തിക്കൊണ്ടെന്തിനാ എന്നിൽ നിന്നും തട്ടിപ്പറിക്കുന്നത്? അത് കണ്ട് എന്ത് സന്തോഷമാണ് ഉള്ളത്? ഇതിനേക്കാൾ വലുത് എൻ്റെ ജീവൻ തന്നെ അങ്ങ് എടുക്കുന്നതല്ലേ നല്ലത്? എന്തിനാ എന്നെ സ്നേഹിച്ചു പോയെന്ന തെറ്റിൻ്റെ പേരിൽ അവരെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? അത്രയും പറഞ്ഞ് ഭദ്ര വീണ്ടും ഉച്ചത്തിൽ ആ മണൽ തരികളിൽ ആഞ്ഞടിച്ച് കരയാൻ തുടങ്ങിയിരുന്നു. എനിക്ക് വേണം അവളെ, എനിക്ക് വേണം, തിരിച്ചു താ. ആര് തന്നെ എന്നിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും ഒരു പോറൽ പോലും ഏൽക്കാതെ തിരിച്ചു തന്നേ പറ്റൂ. തിരിച്ചു താ എൻ്റെ രുദ്രയെ. പ്രണവൻ സിദ്ധുവും വരുമ്പോൾ തന്നെ മരത്തിലിടിച്ച നിലയിൽ ഭദ്രയുടെ കാറ് കണ്ടു. അവർ ആദിയോട് അതിൻ്റെ അടുത്തേക്ക് ഓടി വരുമ്പോൾ ഭദ്ര അതിലുണ്ടായിരുന്നില്ല. അവർ മുന്നിലേക്ക് ഭദ്രയെ തേടി വരുമ്പോൾ നിലത്തിരുന്ന് വാവിട്ട് കരയുന്ന ഭദ്രയെയാണ് കണ്ടത്. അവരവന് പിന്നാലെ വന്നു നിന്നുകൊണ്ട് വിളിച്ചു, ഭദ്രി. ഭദ്ര പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പ്രണവും സിദ്ധുവും നിൽക്കുന്നത് കണ്ടതും ഭദ്ര പാഞ്ഞു വന്ന് പ്രണവിൻ്റെ കോളറിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ലടാ ആ പാവം പെണ്ണിനെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടെന്ന്. അപ്പം നീ എന്താ പറഞ്ഞേ? അതൊക്കെ എനിക്ക് തോന്നുന്നതെന്ന്. ഇപ്പം കണ്ടോ എൻ്റെ പെണ്ണ് ജീവനോടെ ഉണ്ടോ അതോ കൊന്നു കളഞ്ഞു എന്ന് പോലും അറിയാതെ എനിക്ക് എൻ്റെ സമനില തെറ്റും പോലെ തോന്നുക. കൊണ്ടുതാടാ എൻ്റെ രുദ്രയെ, കൊണ്ടുതരാൻ. അത്രയും പറഞ്ഞ് പ്രണവിൻ്റെ ഷർട്ടിൽ പിടിച്ച് കരയുന്നവനെ കണ്ടതും പ്രണവിനും സിദ്ധുവിനും സഹിക്കാനായില്ല.
അവൻ്റെ ആ കണ്ണുനീരിൽ തന്നെ ഈ കുറഞ്ഞ കാലയളവിൽ ബദ്രിക്ക് രുദ്ര എത്രമാത്രം പ്രിയപ്പെട്ടതായി മാറിക്കഴിഞ്ഞു എന്ന് അവർക്ക് അവൻ്റെ ആ പെരുമാറ്റത്തിൽ തന്നെ മനസ്സിലായിരുന്നു. ബദ്രി, നീ ഇങ്ങനെ കരയാൻ മാത്രം അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. അവൾ കീർത്തിയുടെ വീട്ടിലുണ്ട്. സിദ്ധു അത് പറയുമ്പോൾ ബദ്രി അവനെ ഒന്ന് നോക്കി. നീ എന്താ പറഞ്ഞേ? എൻ്റെ രുദ്ര കീർത്തിയുടെ വീട്ടിലുണ്ടെന്നോ? സത്യാണോ നീ ഇപ്പോൾ പറഞ്ഞേ? എൻ്റെ രുദ്ര കീർത്തിയുടെ വീട്ടിലുണ്ടോ? അതെ, വിശ്വാസം വരുന്നില്ലെങ്കിൽ നീ ഈ നിൽക്കുന്ന പ്രണവിനോട് ചോദിച്ചു നോക്ക്. ഭദ്ര തിരിഞ്ഞ് പ്രണവിനെ നോക്കുമ്പോൾ അവൻ അതേന്ന് തലയാട്ടി. ഭദ്ര വരുമ്പോൾ മുന്നിൽ കണ്ണടച്ച് കിടക്കുന്ന രുദ്രയെയാണ് കണ്ടത്. അവൻ തിരിഞ്ഞ് അവരെ നോക്കി ചോദിച്ചു, എന്താടാ എൻ്റെ പെണ്ണിന് പറ്റിയത്?